പരമപരിശുദ്ധ തൃത്വകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അരൂപിയായ ദൈവം എല്ലാ കാലത്തും അടയാളങ്ങളിലൂടെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ വിശ്വവ്യാപകമായ ഏറ്റവും വലിയ മനോഹരമായ സുന്ദരമായ പൂർണ്ണമായ അടയാളം ഏതാണെന്ന് ചോദിച്ചാൽ ഈ മനോഹരമായ പ്രപഞ്ചം തന്നെയാണ്. അതിലൂടെയാണ് നമ്മൾ ദൈവത്തെ അറിയുക. ആ അടയാളങ്ങൾ, പ്രതീകങ്ങൾ എന്ന് പറയുന്നത് ഒത്തിരി വിശാലമായ വിഷയമാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് പരിശുദ്ധ കുർബാന. ആ പരിശുദ്ധ കുർബാന മുഴുവനും അടയാളങ്ങളുടെ സമുച്ചയമാണ്. ആ പരിശുദ്ധ കുർബാനയ്ക്ക് തെളിവുകൾ നൽകിക്കൊണ്ട് ദൈവം വീണ്ടും അത്ഭുതങ്ങളിലൂടെ, അടയാളങ്ങളിലൂടെ പ്രവർത്തിക്കുന്നുണ്ട്. അതാണ് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ആരംഭിച്ചിട്ടുള്ള ദിവ്യ കാരുണ്യ അത്ഭുതങ്ങൾ. ലോകത്തിൻ്റെ പല ഭാഗത്തും പരിശുദ്ധ കുർബാനയിൽ വാഴ്ത്തപ്പെട്ട തിരുവോസ്തി, വീഞ്ഞ് മാംസരക്തങ്ങളായിട്ട് മാറ്റപ്പെട്ടിട്ടുണ്ട്. അത് ശാസ്ത്രീയമായ പഠനങ്ങൾക്ക് വിധേയമാക്കപ്പെട്ടിട്ടുണ്ട്. അത് ദൈവം നൽകിയിട്ടുള്ള അടയാളങ്ങളാണ്, അത്ഭുതങ്ങളാണ്. ഒരു പരിധിവരെ ഇതിനേക്കാളൊക്കെ വളരെ 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 ഉന്നതമായ അത്ഭുതവും അടയാളവുമാണ് വിളക്കന്നൂര് നടന്നത്. മറ്റ് അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ പരിശുദ്ധ കുർബാനയിൽ യഥാർത്ഥത്തിൽ വാഴ്ത്തപ്പെട്ട തിരുവോസ്തിയിലും വീഞ്ഞിലും മാംസരക്തങ്ങളുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണെങ്കിൽ ഇവിടെ അത് വെറും മാംസരക്തങ്ങൾ മാത്രമല്ല, അത് ദൈവത്തിൻ്റെ, ഈശോയുടെ പ്രത്യേകമായ വൈയക്തികമായ സാന്നിധ്യമാണെന്ന് തെളിയിച്ചുകൊണ്ടാണ് ആ മുഖത്തെ അവിടെ നൽകിയിട്ടുള്ളത്. അത് ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. സഭ ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചിട്ടുമുണ്ട്. അങ്ങനെ സഭ ശാസ്ത്രീയമായ പഠനങ്ങൾക്ക് വിധേയമാക്കിക്കൊണ്ട് ഔദ്യോഗികമായിട്ട് അംഗീകരിക്കപ്പെട്ടിട്ടുള്ള അത്ഭുതങ്ങളെയും അടയാളങ്ങളെയും ഒക്കെ പൈശാചിക പ്രവർത്തനങ്ങളാണെന്ന് പറയുന്ന തെറ്റായ പ്രവണത ഇന്ന് കാണുന്നു. തിരുസഭയുടെ ഔദ്യോഗികമായ പ്രബോധനങ്ങളെ ശരിയായ രീതിയിൽ പഠിപ്പിക്കാനുമായിട്ട് കടപ്പെട്ട ഒരു പുരോഹിതൻ അത് പറയുമ്പോൾ എത്രയോ വലിയ ഉതപ്പാണ്, എത്രയോ വലിയ ആശയക്കുഴപ്പമാണ്. അങ്ങനെ ഒരു പുരോഹിതൻ പറയുന്നുണ്ടെങ്കിൽ മെത്രാൻ ശിക്ഷണ നടപടികൾക്ക് തയ്യാറാകണം എന്ന് ഞാൻ പറയും. കാരണം അത് ജനങ്ങളിൽ, വിശ്വാസികളിൽ ആശയക്കുഴപ്പം ഉണ്ടാകും. നമ്മളിവിടെ വളരെ ലളിതമായിട്ടൊരു കാര്യം കൂടി ഓർക്കണം. കത്തോലിക്ക വിശ്വാസം നിലനിൽക്കുന്നത് ഒരു ചെറിയ ശതമാനത്തിലാണ്. ഇവിടെ അകത്തോലിക്കരുണ്ട്, അക്രൈസ്തവരുണ്ട്, മറ്റു മതവിഭാഗങ്ങളിൽപ്പെടുന്നവരുണ്ട്. അവരുടെ മുമ്പിൽ കത്തോലിക്ക വിശ്വാസത്തെ നശിപ്പിക്കരുത്, നാണം കെടുത്തരുത്. അതിനുള്ളതായ പ്രത്യേകമായ ഉത്തരവാദിത്വം ഒരു പുരോഹിതനുണ്ട്. ഇവിടെ നമ്മൾ ഓർക്കുക, ദൈവം പോലും തന്നെ വെളിപ്പെടുത്തുമ്പോൾ വൈകാരികവും ബൗദ്ധികവും ആത്മീയവുമായ അടയാളങ്ങളിലൂടെയാണ് ദൈവം അത് ചെയ്യുന്നത്. പഴയ നിയമത്തിൽ നിന്ന് ഒരു ഉദാഹരണം എടുക്കുമ്പോൾ ദൈവം സീനാമലയിലെ പ്രത്യക്ഷപ്പെട്ടത് ഭയപ്പെടുത്തുന്ന ഇടിയും ഒക്കെ മിന്നലുമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അവിടെ ഒരു വൈകാരികമായ വെളിപ്പെടുത്തൽ കാണാനായിട്ട് സാധിക്കും. അതോടൊപ്പം ദൈവത്തിൻ്റെ സ്വരം, മുഴങ്ങുന്ന സ്വരം ഇസ്രായേൽ ജനങ്ങളിൽ ഭയം ജനിപ്പിച്ചു. ഭയം അത് ഭാവാത്മകമാണ്, ക്രിയാത്മകമാണ്. ഈശോയുടെ മാമോദീസായുടെ സമയത്ത് എന്താണ് അവിടെ നടന്നത്? ഒരു ആരാധനക്രമമാണ് അവിടെ നടന്നത്. പശ്ചാത്താപത്തിന്റെ അടയാളമായ മാമോദീസ നൽകപ്പെട്ടപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു, പരിശുദ്ധ തൃത്വം ഒഴിവാക്കപ്പെട്ടു. പിതാവിന്റെ സ്വരം, പുത്രന്റെ സാന്നിധ്യം പരിശുദ്ധാരൂപി പ്രാവിന്റെ രൂപത്തിൽ വരുന്നു. അത് ദൈവം തന്ന അടയാളങ്ങളല്ലേ? അതൊക്കെ പൈശാചികമാണെന്ന് പറയാനായിട്ട് പറ്റുമോ? ഒരിക്കലും പറയാനായിട്ട് പാടില്ല. മാത്രമല്ല, നമ്മളെപ്പോഴും ഓർക്കണം, മനുഷ്യൻ വെറും ബുദ്ധിജീവി മാത്രമല്ല, അവനിൽ വൈകാരികതയുണ്ട്, അവനിൽ അഭൗമികതയുണ്ട്. ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഈച്ച് ആൻഡ് എവറി ഹ്യൂമൻ ബീയിങ് ഈസ് ആൻ ഇമോഷണൽ പേഴ്സൺ, ഹീസ് ആൻ ഇന്റലക്ച്വൽ പേഴ്സൺ, ഹീസ് എ മിസ്റ്റിക്കൽ പേഴ്സൺ. ഈ മൂന്ന് തലങ്ങളിലൂടെ നമ്മൾ ആധ്യാത്മികതയെയും വിശ്വാസത്തെയും ഭക്തിയെയും നമ്മൾ കാണേണ്ടതുണ്ട്. പക്ഷേ ഒരു കാര്യം കൂടി ഓർക്കണം, ചിലരെ സംബന്ധിച്ച്
വൈകാരികമായ അനുഭവത്തിനാണ് കൂടുതൽ പ്രാധാന്യം. കാരണം ബുദ്ധിപരമായിട്ട് കഴിവ് കുറവ് കാണും. വളരെ ചുരുക്കം പേരെ മിസ്റ്റിക്കൽ ലെവലിലോട്ട് വരുന്നുള്ളൂ. ഒരു പുരോഹിതനെ സംബന്ധിച്ച് ഒരു പക്ഷേ ബൗദ്ധികമായ വളർച്ചയുണ്ട്, വൈകാരികമായിട്ട് അത്ര ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. പക്ഷെ മിസ്റ്റിക്കൽ ലെവലിലോട്ട് വന്നിട്ടുണ്ടോ, അത് മറ്റൊരു ചോദ്യമാണ്. അത് സഭയുടെ ആധ്യാത്മിക ദൈവശാസ്ത്ര ചരിത്രത്തിൽ നിന്നും ഞാൻ വ്യക്തമാക്കാനായിട്ട് ശ്രമിച്ചാൽ, ഫ്രാൻസിസ് അസീസിക്ക് മാനസാന്തരമുണ്ടായത് ക്രൂശിതന്റെ ദർശനത്തിലൂടെയാണ്. അത് വൈശാചികമാണോ? പക്ഷെ അക്വിനാസിന് ദർശനങ്ങളൊന്നും കിട്ടിയില്ല, പക്ഷേ ബുദ്ധിപരമായ ബൗദ്ധിക ദർശനം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം സുമ്മാ തിയോളജിക്ക് എഴുതി 60ഓളം പുസ്തകങ്ങളെ എല്ലാ വിഷയങ്ങളെയും ദൈവശാസ്ത്രപരമായി ബുദ്ധിപരമായിട്ട് വിശദീകരിച്ചുകൊണ്ട്. പക്ഷേ ആ തോമസ് അക്വിനാസ് തൻ്റെ വാർദ്ധക്യത്തിലെ ഫ്രാൻസിസ് അസീസിയെ പോലെ ഒരു ദർശനം ലഭിച്ചപ്പോൾ എഴുതി വെച്ചു, ഞാൻ എഴുതിയതെല്ലാം ഒരു കച്ചിത്തുറുപ്പാണ്. കണ്ടോ, ഭൗമികമായ ദർശനവും ബൗദ്ധികമായ ദർശനത്തിൻ്റെ മുമ്പിൽ ഒന്നുമല്ലെന്ന് അക്വിനാസ് മുണ്ടിയോളം വരെ അത് വ്യക്തമാക്കിയിരിക്കുകയാണ്. അവിടെ വൈകാരികമായ അനുഭവവും വേണം, ബുദ്ധിപരമായ ദർശനവും വേണം. രണ്ടും ചേർന്ന് പോകേണ്ട കാര്യങ്ങളാണ്. ഇനി അമ്മ ത്രേസ്യായിലേക്ക് വരുമ്പോൾ നമ്മൾ അവിടെ കാണുന്നത് എന്താ? വൈകാരികമായ മിസ്റ്റിക്കൽ അനുഭവമാണ് നമ്മൾ കാണുന്നത്. വൈകാരികമായ അനുഭവം ബുദ്ധിപരമായിട്ട് വളർന്നു നിൽക്കുന്ന മിസ്റ്റിക്കൽ അനുഭവമാണ് അമ്മ ത്രേസ്യായിൽ കാണുക. പക്ഷെ അമ്മ ത്രേസ്യായെ മനസ്സിലാക്കണമെങ്കിൽ കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാനെ മനസ്സിലാക്കണം. കാരണം കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാൻ കുറച്ചുകൂടി ബുദ്ധിപരമായി വൈകാരികമായ മിസ്റ്റിക്കൽ അനുഭവത്തെ വിശദീകരിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ദൈവം ഇന്ന് സഭയിൽ വൈകാരികമായിട്ട് സംസാരിക്കുന്നുണ്ട്, ബുദ്ധിപരമായിട്ട് സംസാരിക്കുന്നുണ്ട്, മിസ്റ്റിക്കൽ തലത്തിൽ സംസാരിക്കുന്നുണ്ട്. മിസ്റ്റിക്കൽ തലത്തിൽ നിൽക്കുന്നവരെ, ബുദ്ധിപരമായിട്ട് സംസാരിക്കുന്നവരെ തരം താഴ്ത്തരുത്. ബുദ്ധിപരമായ ദർശനമുള്ളവരെ, വൈകാരികമായിട്ടുള്ള അനുഭവമുള്ളവരെ തരം താഴ്ത്തരുത്. എല്ലാവരും പരസ്പരം അംഗീകരിക്കുവാനും ബഹുമാനിക്കുവാനും തയ്യാറാകണം. അതിലാണ് സഭയുടെ വളർച്ച അടങ്ങിയിരിക്കുന്നത്. മാത്രമല്ല, ഒരു പ്രവൃത്തി, ഒരു വെളിപാട്, ഒരു അടയാളം, ഒരു അത്ഭുതം അത് വൈശാചികമാണോ ദൈവികമാണോ എന്ന് വിധിക്കേണ്ടത് എങ്ങനെയാണ്? ഫലത്തിൽ നിന്നാണ് വൃക്ഷത്തെ അറിയേണ്ടത്. ദിവികാരുണ്യ അത്ഭുതങ്ങളിലൂടെ ജനത്തിൻ്റെ വിശ്വാസം വളർന്നിട്ടല്ലേ ഉള്ളൂ. ഇവിടെ വളരെ ഗൗരവമായിട്ടൊരു കാര്യം മനസ്സിലാക്കണം. 90% വിശ്വാസികളെ സംബന്ധിച്ചും ഭൗതിക തലത്തിലെ ദർശനത്തിൻ്റെ തലത്തിലെ പരിശുദ്ധ കുർബാനയെ മനസ്സിലാക്കുന്നവരല്ല. 90% സംബന്ധിച്ചും ദൈവം പ്രത്യേകമായ സാഹചര്യങ്ങളിൽ നൽകിയിട്ടുള്ളതായ അത്ഭുതങ്ങളിലാണ് അവൻ നിൽക്കുന്നത്. അവനെ തരം താഴ്ത്താവോ? അതിൻ്റെ വിശദീകരണം തീർച്ചയായും കൊടുക്കാനായിട്ട് ഒരു പുരോഹിതന് സാധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ അറിയുക എന്ന വാചകം എടുക്കുമ്പോൾ പരിശുദ്ധ കുർബാന അത്ഭുതങ്ങളിലൂടെ വിശ്വാസവും ആധ്യാത്മികതയും ഒക്കെ വളർന്നിട്ടേ ഉള്ളൂ. അതേസമയം തീർച്ചയായും ഒരു കാര്യം സത്യമാണ്, ഈ ഭൂലോകത്തുള്ള ഒരു കാര്യവും പൂർണ്ണമല്ല. കാരണം അവിടെ മാനുഷികമായ വശമുണ്ട്, ലോകത്തിൻ്റെതായ പരിമിതികളുണ്ട്, വ്യക്തികളുടേതായ പരിമിതികളുണ്ട്. മാത്രമല്ല, സ്വർഗീയ ഇടങ്ങളിൽ പ്രവർത്തിക്കുന്ന ദുഷ്ടാരൂപി ഇങ്ങനെയുള്ള അത്ഭുതങ്ങളിലും അടയാളങ്ങളിലും കടന്നു വരുമ്പോൾ ചിലപ്പോഴൊക്കെ ചില പാളിച്ചകൾ വന്നുകൊള്ളാം. പക്ഷേ ആ പാളിച്ചകളെ തിരുത്തുകയാണ് ചെയ്യേണ്ടത്. കൃപാസനത്തെക്കുറിച്ച് അതും പൈശാചികമാണെന്ന് അന്ധമായിട്ട് അങ്ങനെ പറയാൻ സാധിക്കും? ഒരുപക്ഷെ നമ്മൾ അവിടെ പോകുമ്പോൾ അവിടെ ചില കുറവുകൾ കാണും, പരിമിതികൾ കാണും. പക്ഷേ നാനാജാതി മതസ്ഥര് ഉള്ളുരുകി കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയാൽ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ പാടില്ല എന്ന് പറയാൻ നമ്മളാരാ? അത് ദൈവശാസ്ത്രമൊന്നുമല്ല. അവിടെ മാനസാന്തരം ഉണ്ടാകുന്നുണ്ടല്ലോ. ചില വ്യക്തികൾക്ക് തെറ്റുപറ്റാം, ആ തെറ്റ് തിരുത്തി കൊടുക്കാനായിട്ട് തയ്യാറാകണം. അതുപോലെ തന്നെ വിളക്കുന്നൊരു അത്ഭുതത്തെക്കുറിച്ച് പറയുമ്പോഴും അതിൻ്റെ കാരണം എന്താണെന്ന് ആ അത്ഭുതത്തിന് സാക്ഷിയായി അച്ഛൻ പറഞ്ഞു വെച്ചിട്ടില്ലേ? എന്താണ് അച്ഛൻ പറഞ്ഞത്? ആ പ്രദേശത്ത് പരിശുദ്ധ കുർബാനയെ കളിയാക്കിക്കൊണ്ട് കത്തോലിക്ക പുരോഹിതര് വെറുതെ കടലാസ് പോലെയുള്ള ഒരു അപ്പം എടുത്തുകൊണ്ട് ജനങ്ങളെ പറ്റിക്കുകയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ആ പുരോഹിതൻ്റെ ഹൃദയം നൊന്തു. ആ ഹൃദയത്തിൻ്റെ നോവലിലാണ് ദൈവം ആ കുഗ്രാമത്തിലെ ആ ചെറിയൊരു പള്ളിയിലെ അച്ഛന് പരിശുദ്ധ കുർബാനയുടെ അത്ഭുതം കൊടുത്തത്. അത് കുർബാനയുടെ അത്ഭുതമാണ്. മാത്രമല്ല,
ഔദ്യോഗികമായിട്ട് അത് അംഗീകരിക്കപ്പെട്ടപ്പോൾ വത്തിക്കാനിൽ നിന്ന് റോമിൽ നിന്ന് തന്നിട്ടുള്ളതായ പ്രബോധനത്തിൽ വ്യക്തമായിട്ട് പറയുന്നത് എന്താ? ഇത് സീറോ മലബാർ സഭയ്ക്ക് വേണ്ടി നൽകപ്പെട്ടിട്ടുള്ളതാണ്. സീറോ മലബാർ സഭയുടെ അനുരഞ്ജനത്തിനും ഐക്യത്തിനും വേണ്ടി നൽകപ്പെട്ടിട്ടുള്ളതാണ്. അതെങ്ങനെ പൈശാചികമാകും? ഇനി അതല്ല, ഏതെങ്കിലും ഒരു അത്ഭുതവും അടയാളവും പൈശാചികമാണെന്ന് പറയുന്നുണ്ടെങ്കിൽ കാര്യകാരണ സഹിതം പറയണം, ഇന്ന കാരണം കൊണ്ട് അത് പൈശാചികമാണെന്ന്. അല്ലാതെ വെറുതെ പറഞ്ഞ് ആശയക്കുഴപ്പം ഉണ്ടാക്കരുത്. ഒരുപക്ഷെ ചിരട്ടക്കോണത്ത് നടന്ന അത്ഭുതത്തെക്കുറിച്ചും ആ വീഡിയോയിൽ കേൾക്കാനിടവും. ആ വീഡിയോ ഏതാണെന്നും അച്ഛൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല, കേൾക്കാതെ ഒരു കേൾക്കാൻ പോകണ്ട, അത്രയേ ഉള്ളൂ. വർഷങ്ങൾക്ക് മുമ്പ് കൊല്ലത്ത് ചിരട്ടക്കോണത്ത് ഈശോയുടെ രൂപം തിരുവോസ്തിയിൽ തെളിഞ്ഞ ഒരു സംഭവം ഉണ്ടായി. പിന്നീട് എങ്ങനെയോ അത് അപ്രത്യക്ഷമായി പോയി. അത് തട്ടിപ്പായിരുന്നു. ഇവിടെ ഒരു കാര്യം കൂടി ഓർക്കണം. ദൈവം തരുന്ന അത്ഭുതങ്ങളെയും അടയാളങ്ങളെയും ശരിയായ രീതിയിൽ മനസ്സിലാക്കി അതിനെ വളർത്തിയെടുക്കാൻ തയ്യാറാകാതെ വരുമ്പോൾ ദൈവം അതിൽ ഒരു പക്ഷെ പിൻവലിക്കും. അത് നമ്മൾ മറക്കരുത്. വിളക്കുന്നവരും ഒരു പക്ഷേ അത് സംഭവിച്ചു പോകാം, സംഭവിക്കാതിരിക്കട്ടെ. ദൈവം തന്ന അടയാളം, അടയാളത്തിനനുസരിച്ച് ശരിയായിട്ടുള്ളതായ ആത്മീയ വളർച്ചയും ആധ്യാത്മികത ഇല്ലാതെ വരുമ്പോൾ ഒരുപക്ഷെ ദൈവം ആ അടയാളം പിൻവലിച്ചേക്കാം. അത് ദൈവത്തിന് ഇഷ്ടമാണ്, നമ്മളതിൽ കൈയെടുത്തരുത്. അപ്പോൾ ഏത് അത്ഭുതത്തിലും ഏതടയാളത്തിലും അത് ലോകത്തിൽ സംഭവിക്കുന്ന കാര്യമായതുകൊണ്ട്, മനുഷ്യർ കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങളായതുകൊണ്ട് ചില കുറവുകളും പോരായ്മകളും ഒക്കെ സംഭവിക്കും. അത് നമ്മൾ തിരുത്തിക്കൊണ്ട് പോകണം. സ്വർഗീയടങ്ങളിലേക്ക് കടന്നു വരുന്ന പിശാചാണെങ്കിൽ ആ പിശാചിനെ വിവേചിച്ചറിഞ്ഞുകൊണ്ട് ആ പൈശാചിക സ്വാധീനത്തെയും പുറത്താക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അല്ലാതെ അരൂപിയായ ദൈവം സ്വർഗീയമായ യാഥാർത്ഥ്യങ്ങളെ അടയാളങ്ങളിലൂടെ അത്ഭുതങ്ങളിലൂടെയും പ്രത്യേകമായ സാഹചര്യത്തിൽ പ്രത്യേകമായ സ്ഥലത്ത് പ്രത്യക്ഷപ്പെടുമ്പോൾ നൽകുമ്പോൾ അതിനെ ആ ദൈവത്തെ ചോദ്യം ചെയ്യാൻ നമുക്ക് അധികാരമില്ല. അത് ദൈവത്തിൻ്റെ തീരുമാനമാണ്. അത് നൂറ്റാണ്ടുകളിലൂടെ സഭയിൽ നടന്നിട്ടുള്ള കാര്യമാണ്. പഴയ നിയമം മുതൽ ദൈവം മോറിയായ മുലയെ തിരഞ്ഞെടുത്തെങ്കിൽ, ഏലിയ പ്രവാചകനിലൂടെ കാർമൽ മല തിരഞ്ഞെടുത്തെങ്കിൽ, മോശയിലൂടെ സീനായ് മല തിരഞ്ഞെടുത്തെങ്കിൽ അത് ദൈവത്തിൻ്റെ തീരുമാനമാണ്. പരിശുദ്ധമ്മ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ആദിമ നൂറ്റാണ്ട് മുതൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അത് ദൈവത്തിൻ്റെ തീരുമാനമാണ്. നമുക്കതിൽ ചോദ്യം ചെയ്യാനായിട്ട് അധികാരമില്ല. അതുകൊണ്ട് എളിമയോടുകൂടി വിനയത്തോടുകൂടി വൈകാരികമായും ബൗദ്ധികമായും അഭൗമികമായ ദർശനത്തിൻ്റെ തലത്തിലും യാഥാർത്ഥ്യങ്ങളോട് തുറവിയുള്ളവരാകാൻ നമുക്ക് സാധിക്കട്ടെ. ദൈവം നൽകുന്ന അടയാളങ്ങളെ അത്ഭുതങ്ങളെ ശരിയായി വിവേചിച്ചറിഞ്ഞ് വ്യക്തിപരവും സഭാത്മകവുമായ ആധ്യാത്മികതയെ വളർന്നു വരാനായിട്ട് സാധിക്കട്ടെ. ആ വളർച്ചയ്ക്ക് നേതൃത്വം നൽകുവാൻ, പക്വതയോടുകൂടി നേതൃത്വം നൽകുവാൻ പുരോഹിതനും സാധിക്കട്ടെ. പരമ പരിശുദ്ധ തൃത്വ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.